ഹായ് ഫ്രണ്ട്സ്, മൊസൈക്ക് ഇന്ത്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊട്ടാരക്കരയ്ക്കടുത്ത് പുത്തൂർ മുക്കിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് കയറി പച്ചപ്പ് നിറഞ്ഞൊരു കൊച്ചു ഗ്രാമം പെരുങ്കുളം. കുളങ്ങളും ചിറകളും നിറഞ്ഞൊരു തനി കാർഷിക ഗ്രാമം. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലുള്ള ഭിലാറിനു ശേഷം ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഗ്രാമമാണ് പെരുങ്കുളം. 2017 മഹാരാഷ്ട്രയിലെ ഭിലാറിൽ വിനോദ് താവ്ഡെ എന്ന സാമൂഹ്യ പ്രവർത്തകനാണ് ഭാരതത്തിൽ പുസ്തക ഗ്രാമമെന്ന ആശയത്തിന് തുടക്കമിട്ടത്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പെരുങ്കുളം സ്വദേശിയായ ഗ്രാഫിക് ആർട്ടിസ്റ്റ് ശ്രീ പ്രകാശ് വർമ്മ പുസ്തകങ്ങളുടെ നന്മ നിറഞ്ഞ ലോകത്തിലേക്ക് തൻ്റെ ഗ്രാമീണരെയും കൂട്ടിക്കൊണ്ടുപോകാനാവുമോ എന്ന ചിന്തയുമായി ഗ്രാമത്തിലെ ബാപ്പുജി വായനശാലയെ സമീപിക്കുന്നത്. അത് പിന്നീട് പെരുങ്കുളം ഗ്രാമത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാന ഏടായി മാറി. തങ്ങളുടെ ഗ്രാമത്തിൽ പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുവാനും അതിലൂടെ ഒരു ജനതയുടെ മൂല്യബോധം ഉയർത്തുവാനുമൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബാപ്പുജി വായനശാല പുസ്തക ഗ്രാമമെന്ന ആശയത്തെ മുറുകെ പിടിച്ചത്. ഗ്രാമത്തിൻ്റെ മുക്കിലും മൂലയിലുമൊക്കെ പുസ്തകക്കൂടുകൾ സ്ഥാപിച്ച് ഗ്രാമീണരെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരിക എന്നതായിരുന്നു പ്രധാന ദൗത്യം. അതൊരു ശ്രമകരമായ ദൗത്യം തന്നെ ആയിരുന്നു. അങ്ങനെ പെരുങ്കുളം റേഡിയോ ജംഗ്ഷനിൽ ഗ്രാമത്തിലെ ആദ്യത്തെ പുസ്തകക്കൂട് തുറന്നു. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യവുമായി വായനശാലയുടെ പ്രവർത്തകർ പെരുങ്കുളം ഗ്രാമത്തിലൊട്ടാകെ ഇന്നോളം 14 പുസ്തകക്കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവയിലെല്ലാം കൂടി 1000-ലേറെ പുസ്തകങ്ങൾ വായനയ്ക്കായി ഒരുക്കി വെച്ചിട്ടുമുണ്ട്. ആർക്കു വേണമെങ്കിലും ഏതു സമയത്തും ഈ പുസ്തകക്കൂടുകളിലെ പുസ്തകങ്ങൾ വായിക്കുവാനായി എടുത്തുകൊണ്ടു പോകാം. വായിച്ചിട്ട് തിരികെ വെക്കണമെന്ന മര്യാദ പാലിക്കണമെന്ന് മാത്രം. പൂട്ടും കെട്ടുമൊന്നുമില്ലാത്ത ഈ പുസ്തകക്കൂടുകളുടെ സൂക്ഷിപ്പുകാരും ഈ ഗ്രാമീണർ തന്നെ. ഇനി ആർക്കെങ്കിലും ഈ പുസ്തകക്കൂടുകളിലേക്ക് പുസ്തകങ്ങൾ നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും ഈ കൂട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കാം, മറ്റുള്ളവർക്ക് കൂടി വായിക്കുവാനായി. 2021 വായന വാരാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പെരുങ്കുളത്തെ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി. മനോഹരമായൊരു പുസ്തക സ്തൂപവും അതിനോട് ചേർന്ന് നാട്ടുകാർക്ക് സൊറ പറഞ്ഞിരിക്കാൻ സൊറവരമ്പെന്ന ചെറിയ ഇടവും ഒരുക്കിയിട്ടുണ്ട് ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്തായി. ബാപ്പുജി വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ പെരുങ്കുളം രാജീവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പ്രധാനമായും ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനം കൊണ്ടാണ് പെരുങ്കുളം എന്ന ഗ്രാമത്തെ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി മാറ്റിയത്. ഇങ്ങനെ ഒരു പുസ്തക ഗ്രാമം സ്ഥാപിക്കാൻ എന്താണ് ഒരു ചിന്തയുണ്ടായത്? സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന പല അഴിമതികളും അല്ലെങ്കിൽ അക്രമങ്ങളുമൊക്കെ വായനയുടെ കുറവാണ് എന്ന് മനസ്സിലാക്കിയ വായനശാല കമ്മിറ്റി വായനയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനങ്ങളിൽ എത്തിക്കുന്നതിനും ഉള്ള ഒരു ഉപാധി എന്ത് വേണം എന്നാലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുസ്തകങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും അങ്ങനെയാണ് പുസ്തക കൂടുകൾ എന്നൊരു ആശയത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ വായനശാല ഇന്ന് ഈ നാട്ടിലല്ല, സമീപ നാട്ടിലുള്ളവർക്കെല്ലാം തന്നെ ഒരു കൗതുകവും ഒരു ഹരവുമാണ്. ഈ വായനശാലയ്ക്ക് 9 ഉപസമിതികൾ തന്നെയുണ്ട്. നമ്മൾ പ്രവർത്തക സമിതി എന്ന് പറയുന്ന ഒരു സമിതി രൂപവൽക്കരിച്ചുകൊണ്ട് എവിടെയുള്ള ആൾക്കും നമ്മുടെ ഗ്രന്ഥശാലയിൽ അംഗമാകാം. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഗ്രന്ഥശാലയിൽ. ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് എങ്ങനെയാണ്? ഫംഗ്ഷനിങ് മറ്റ് ഗ്രന്ഥശാലകൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് ഈ വായനശാലയും പ്രവർത്തിക്കുന്നത്. ഈ വഴിയോരങ്ങളിലൊക്കെ പുസ്തക കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, എന്താണ് അതിൻ്റെ പ്രത്യേകത? ആളുകളെ വായനയിലേക്ക് അടുപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മൂല്യബോധമുള്ള അല്ലെങ്കിൽ ലക്ഷ്യബോധമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ആ വായനയെ കൂടുതൽ ജനകീയവൽക്കരിക്കുക, ജനങ്ങളിലേക്ക് അടുത്ത് പുസ്തകങ്ങളെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് പുസ്തകക്കൂടുകൾ നാട്ടിൽ ആൾ കൂടുന്ന ഇടത്തേക്കെല്ലാം പുസ്തകങ്ങളെ എത്തിക്കുകയും വായിക്കാനുള്ള ആക്സസ് അവർക്ക് കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഗ്രന്ഥശാല കൂടുതൽ പുസ്തകക്കൂടുകൾ സ്ഥാപിക്കാൻ തയ്യാറായത്. അതിന് ഇന്നാട്ടിൽ നിന്ന് തന്നെയല്ല, തൊട്ടയൽ ഗ്രാമങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇതിനെ നല്ല നിലയിൽ സ്വീകരിക്കുകയും നല്ല ഒരു വിജയമായി തീരുകയും ഇത് ഗവൺമെൻറ് തന്നെ മാതൃകയാക്കി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ തന്നെ പുസ്തകക്കൂടുകൾ സ്ഥാപിക്കുന്നതിനുള്ള കാരണമായി. പുസ്തകങ്ങൾ സ്വരൂപിച്ചത് എങ്ങനെയാണ്? പുസ്തകങ്ങൾ നമ്മളെ വായനശാലയായ ഒരുപാട് കൂട്ടായ്മ വായനശാലയ്ക്കുണ്ട്. അവരിൽ നിന്ന് തന്നെ നമ്മൾ കളക്ട് ചെയ്താണ് പുസ്തകങ്ങൾ. വായനശാലയ്ക്ക് ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഗ്രാൻഡുണ്ട് പുസ്തകം വാങ്ങിക്കാൻ, പക്ഷേ അതൊരിക്കലും ഈ പുസ്തകങ്ങളിൽ നിറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരുപക്ഷെ ഇന്ന് വായനശാല ഏറ്റെടുക്കുന്ന വെല്ലുവിളികളിൽ ഈ കൃത്യമായി ഈ പുസ്തകം എത്തിക്കുക എന്നുള്ളതാണ്. 14 പുസ്തകക്കൂടുകൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം വർഷത്തിൽ 3 പ്രാവശ്യം നമ്മളിത് പുസ്തകക്കൂടുകളിൽ പുസ്തകം നിറയ്ക്കേണ്ടുന്ന ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തിന് മതിയായ പുസ്തകങ്ങൾ
ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഇത് കേൾക്കുന്ന ആളുകളുടെ പുസ്തകങ്ങൾ ഈ ഗ്രന്ഥശാലയ്ക്ക് സംഭാവന ചെയ്യാൻ തയ്യാറുള്ള ആളുകളിൽ നിന്ന് പുസ്തകങ്ങൾ എവിടെ വന്നാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് കൂടി അറിയിക്കുന്നു. എത്ര പുസ്തകങ്ങളുണ്ടാവും നിങ്ങളുടെ മുതൽക്കൂട്ടായി? നമ്മുടെ ഗ്രന്ഥശാലയിൽ 10,000-ലധികം പുസ്തകങ്ങൾ നിലവിലുണ്ട്. ഒരു പുസ്തകക്കുള്ള 50 പുസ്തകങ്ങൾ മുതൽ 150 പുസ്തകങ്ങൾ വരെയുള്ള പുസ്തകക്കൂടുകളാണുള്ളത്. എപ്പോഴും 24 മണിക്കൂർ തുറന്നിരിക്കുന്നതാണ്. മോണിറ്റർ ചെയ്യാൻ ആളുണ്ടാവത്തില്ല എന്നുള്ളതാണ് ആ പുസ്തകക്കൂടിൻ്റെ പ്രത്യേകത. പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? പുസ്തകങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു പുസ്തകം എടുക്കുമ്പോൾ ഒരു പുസ്തകം വെക്കണമെന്നാണ് നമ്മളെ അതിൻ്റെ ബയല. പക്ഷേ അങ്ങനെ എല്ലാവരും ഇപ്പോഴും നടക്കത്തില്ല. വാഹനത്തിൽ വരുന്നവരും ഒക്കെ ഇതിലെ പോകുന്നവരും ഒക്കെ ഇത് നിർത്തി പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ തിരിച്ചു കൊണ്ടുവെക്കുന്ന നടപടിയെ അത് ഇത്രയും വർഷമായണക്ക് 17 തുടങ്ങിയതാണെങ്കിൽ ഈ 24 ആയണക്ക് നമ്മൾ തിരിച്ചു വെക്കുന്ന ഒരു സംഭവം ഇതേവരെ കൃത്യമായി നടന്നു വരുന്നില്ല. പക്ഷേ വായിക്കാനാണ് പുസ്തകങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾ പോസിറ്റീവായി തന്നെ കാണുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുസ്തക സ്തൂപം ഇവിടെ സ്ഥാപിക്കുന്നത് നമുക്ക് കഴിഞ്ഞു. ആ പുസ്തക സ്തൂപം ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ബാംഗ്ലൂരിലൊക്കെ പ്രവർത്തിക്കുന്ന സത്വ ഡിസൈൻസ് എന്ന ഒരു കമ്പനിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകാശ് വർമ്മ എന്ന നമ്മളോട് ഏറ്റവും സഹകരിച്ച് നിൽക്കുന്ന പ്രകാശ് വർമ്മയാണ് അത് ഡിസൈൻ ചെയ്തത്. ഇതിന് സ്പോൺസർ ചെയ്തത് ഒരു ഡോക്ടർമാരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ വായനശാലയിൽ ഏറ്റെടുത്ത് നടത്താൻ പറ്റി. കുട്ടികളെ കൊണ്ട് നോവൽ എഴുതിക്കുക. 11 കുട്ടികൾ ചേർന്ന് ഒരു നോവൽ എഴുതി. ഒരു വിഷയം നമ്മൾ ആ കുട്ടികൾ കൊടുക്കുന്നു. ആ വിഷയത്തിൽ ത്രെഡ് കൊടുത്തിട്ട് അവരത് വികസിപ്പിച്ചെടുത്തിട്ട് ആ കുട്ടികളുടെ മേൽനോട്ടത്തിൽ ഓരോ അധ്യായം ഒരാൾ എഴുതി അടുത്താക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ അടുത്ത അധ്യായം അടുത്ത കുട്ടി എഴുതി. അങ്ങനെ 11 പേർ ചേർന്ന് ഒരു നോവൽ, ബാലനോവൽ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. അത് ഈ പുസ്തക ഗ്രാമം ആയതിനു ശേഷമുള്ള ഒരു പ്രവർത്തനമാണ്. അത് നമ്മുടെ വായനശാലയ്ക്ക് തന്നെ പ്രസിദ്ധീകരണ വിഭാഗമുണ്ട്. കാഴ്ച ബുക്സ് എന്നാണ് അതിൻ്റെ പേര്. ഇത് 12ാമത് ബുക്കാണ് നമ്മളിങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങൾ 3 ബുക്കുകൾ നമ്മുടെ വായനശാലയുടെ മേൽത്തോടെ തന്നെ ചെയ്തു. വായനശാല പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ടതില്ല. അതിന് പുസ്തകങ്ങൾ വാങ്ങി വായിച്ചതിന് ശേഷം വായനക്കാർ വില നിശ്ചയിക്കുക. വായിച്ചു കഴിഞ്ഞതിന് ശേഷം പുസ്തകത്തിൻ്റെ വില വായനശാലയ്ക്ക് അയച്ചു തരിക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ 12ാമത്തെ പുസ്തകമാണ് ബാലനോവൽ പ്രസിദ്ധീകരിച്ചത്. 9ാമത്തെ പുസ്തകം 21 പേർ ചേർന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള എഴുത്തിന് താല്പര്യമുള്ള 21 അംഗങ്ങളെ ചേർത്തുകൊണ്ട് ഒരു നോവൽ പ്രസിദ്ധീകരിച്ചു. മലയാളത്തിലാണ് ആ നോവൽ ആദ്യം പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ 2ാം പതിപ്പായി ഇംഗ്ലീഷ് പരിഭാഷ വന്നു. അതും വായനശാലയാണ് പ്രസിദ്ധീകരിച്ചത്. 3ാമതാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് ബാല നോവൽ എഴുതിച്ചത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ലോകത്ത് തന്നെ ശാഖ ഉള്ള ഒരു ഗ്രന്ഥശാലയാണ് ബാപ്പുജി സ്മാരക വായനശാല. ഇതേ ബാപ്പുജി സ്മാരക വായനശാല എന്ന പേരിൽ സ്വന്തമായി സ്ഥലവും കെട്ടിടവും പ്രവർത്തിക്കുന്ന പുത്തൂരിനടുത്ത് തേവലപ്പുറത്ത് ബാപ്പുജി വായനശാല എന്ന് പറയുന്ന നമുക്കൊരു ബ്രാഞ്ച് കൂടി ഉണ്ട്. പുസ്തക കൂടുകൾ അവിടെയും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ പെരുങ്കുളത്തെ ഒരു പ്രധാന സ്ഥലമാണ് പെരുങ്കുളം റേഡിയോ ജംഗ്ഷൻ. റേഡിയോ ജംഗ്ഷൻ എന്നറിയപ്പെട്ടിരുന്ന പണ്ട് അവിടെ ഒരു റേഡിയോ കിയോസ്ക് ഉണ്ടായിരുന്നു. ആ റേഡിയോ വീണ്ടും ആളുകൾക്ക് കൗതുകകരമായ രീതിയിൽ റേഡിയോ പാട്ട് കേൾക്കുന്നതിനും വാർത്ത കേൾക്കുന്നതിനൊക്കെയുള്ള ഒരു സംവിധാനം, ഒരു പുതിയ മിനിയേച്ചർ വെച്ച് റേഡിയോ ജംഗ്ഷനിൽ റേഡിയോ സ്ഥാപിക്കാൻ കഴിഞ്ഞു. ബാപ്പുജി വായനശാലയുടെ പ്രവർത്തനങ്ങൾ മറ്റേതെങ്കിലും സംഘടന മാതൃകയാക്കിയിട്ടുണ്ടോ? തീർച്ചയായും. നമ്മുടെ വായനശാല ജനകീയ കൂട്ടായ്മയുടെ ആദ്യത്തെ നില പണിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ജനകീയ കൂട്ടായ്മ മാതൃകയാക്കിക്കൊണ്ട് പെപ്സോ എന്ന് പറയുന്ന ഒരു ക്ലബ്ബ്, പെരുങ്കുളം സ്പോർട്സ് ഹബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടാകുകയും അവർക്ക് 60 സെൻറ്റ് വസ്തു കേവലം 30 ദിവസം കൊണ്ട് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ അത് സ്ഥലം വാങ്ങിക്കാനും 13 ലക്ഷം രൂപ മുടക്കി വസ്തു വാങ്ങി ഗ്രൗണ്ടാക്കി അത് കളിസ്ഥലമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഇന്ന് കുട്ടികൾ ഒരുപക്ഷെ ഗോവയിലെ വരെ ഫുട്ബോൾ കളിക്കാൻ കുട്ടികൾ ഇന്ന് പോയി എന്നുള്ളത് നമ്മുടെ ഗ്രാമത്തെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ കൈരളി കലാ സാംസ്കാരിക കേന്ദ്രം അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും ആ കൂട്ടായ്മയിലൂടെ സൊറവരമ്പ് ഒരുപക്ഷെ നാടിനൊക്കെ ഒരുപാട് ആളുകൾ ഇന്ന് ഈ വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ സൊറവരമ്പിൽ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ സൊറവരമ്പ് ഉണ്ടാക്കാൻ സാധിച്ചു. കുപ്പായക്കൂട്, ആ സൊറവരമ്പിൽ തന്നെ പുസ്തകക്കൂടുണ്ട്, കുപ്പായക്കൂടുണ്ട്. ആളുകൾക്ക് കുപ്പായമില്ലാത്ത വസ്ത്രമില്ലാത്ത ആളുകൾക്ക് വസ്ത്രം എടുക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഓപ്പൺ ബോക്സ്, അതിനകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമുള്ള ഡ്രസ്സുകൾ ആർക്ക് വേണമെങ്കിലും കൊണ്ടുവെക്കാം, അത് ആർക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാം.
അങ്ങനെ ഒരു പ്രോജക്റ്റാണ് അതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ കരുതൽ എന്ന് പറയുന്ന സംഘടന നമ്മുടെ ഇതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ്, ഈ കൂട്ടായ്മയുടെ ചുവട് പിടിച്ച് കണ്ട് തന്നെയാണ് തുടങ്ങിയത്. അതിൽ നിന്ന് ഏതാണ്ട് 50 ലക്ഷം രൂപയിലധികം അവർ ക്യാൻസർ പേഷ്യൻറ്റിന് കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ ഈ ജനകീയ കൂട്ടായ്മ മാതൃകയാക്കി ഈ ഗ്രാമത്തിൽ തന്നെ ഒട്ടനവധി കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ആ കൂട്ടായ്മകളെല്ലാം നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് തൻ്റെ പെരുങ്കുളം ഗ്രാമത്തെ എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നയാളാണ് പ്രശസ്ത ഗ്രാഫിക് ഡിസൈനറും ആർട്ടിസ്റ്റുമായ ശ്രീ പ്രകാശ് വർമ്മ. പുസ്തക ഗ്രാമം എന്ന ആശയം ബാപ്പുജി ഗ്രന്ഥശാലയ്ക്ക് മുന്നിൽ വെച്ചതും ശ്രീ പ്രകാശ് വർമ്മയാണ്. വായനശാലയുമായി ബന്ധപ്പെട്ട് അതിലെ പല ഇനിഷ്യേറ്റീവ്സിൻ്റെയും ഒരു ഭാഗമാകാനും ഐഡിയേഷൻ്റെ ഭാഗമാകാനും എസ്പെഷ്യലി അതിൻ്റെ ഒരു ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് സൈഡിൽ കൂടെ സഞ്ചരിക്കാനും സാധിച്ചു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. നിങ്ങൾ ഏത് നാട്ടുകാരനാണ് എന്ന് ചോദ്യം പലപ്പോഴും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന് ഞാൻ പെരുങ്കുളത്തുകാരനാണെന്ന് ചോദിക്കുമ്പം ഓരോ ആൾക്കാരും ചോദിക്കും എവിടെയാണ് പെരുങ്കുളം. അന്നേരം പണ്ട് നമുക്ക് പറയാനുണ്ടായിരുന്നത് കൊട്ടാരക്കരയിലാണെന്നും പള്ളിക്കലിനും പൂവറ്റൂരിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമമാണ് പെരുങ്കുളം എന്നുമായിരുന്നു പറയാൻ സാധിച്ചത്. വായനശാലയുടെ ബേസിൽ ഈ പുസ്തക ഗ്രാമമായതിന് ശേഷം അതിൻ്റെ ഭാഗമായിട്ട് ഓരോ മാസവും ഓരോ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുകയും അതിലെ 12ാമത്തെ മാസം നമുക്കവിടെ ഒരു പുസ്തകങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു നിർമ്മാണം, ഒരു ശില്പം ഉണ്ടാക്കണമെന്ന് പറയുകയും അങ്ങനെ ഒരു പുസ്തക സ്തൂപം എന്നുള്ളൊരു ഐഡിയയിലേക്ക് നമ്മൾ വരികയും അതിൻ്റെ ഒരു ഭാഗമാകാനും അത് വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. അത് പെരുങ്കുളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട്, പെരുങ്കുളത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെയും അതിലുപരി ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തക സ്തൂപം എന്നുള്ള നിലയിലാണ് ആ ഒരു പ്രോജക്റ്റിനെ വായനശാലയ്ക്ക് കൊണ്ടെത്തിക്കാൻ സാധിച്ചത്. ഈ പുസ്തക സ്തൂപം നിർമ്മിക്കാനായി നമ്മൾ സമീപിച്ചത് ഗുരുപ്രസാദ് അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു പ്രശസ്ത ശില്പിയാണ്. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇതിനു വേണ്ടി ഒരു 2 ആഴ്ച കാലം അവധിയെടുത്ത് നമ്മുടെ ഗ്രാമത്തിൽ വന്ന് വായനശാലയിൽ താമസിച്ച് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമായിരുന്നു. നമ്മളിൽ പലർക്കും പുസ്തകങ്ങളാണ് ഏറ്റവും നല്ല സുഹൃത്ത്. നല്ല പുസ്തകം നന്മ നിറഞ്ഞൊരു സുഹൃത്ത് തന്നെയാണ്. അവ നമ്മുടെ ജീവിത വീക്ഷണങ്ങൾ തന്നെ വിശാലമാക്കുന്നുമുണ്ട്. ഇവിടെയാണ് കുഞ്ഞുണ്ണി മാഷിൻ്റെ നുറുങ്ങു കവിതയുടെ പ്രസക്തി. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിക്കാതെ വളർന്നാൽ വളയും, വായിച്ചു വളർന്നാൽ വിളയും. അനശ്വരനായ കവി കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ ഓർത്തുകൊണ്ട് ബാപ്പുജി വായനശാലയ്ക്കും പെരുങ്കുളം പുസ്തക ഗ്രാമത്തിനും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് മൊസൈക്ക് ഇന്ത്യയുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസൈക്ക് ഇന്ത്യയുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹത്തോടെ രാധാകൃഷ്ണൻ കുറ്റൂർ.